അല്ലാഹ്ക്ക് ഒരു വർഷത്തിൽ 5 രാവ് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന രാവാണ്. 5 രാവ് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന രാവാണ് ഒരു വർഷത്തിൽ. അതിലൊന്ന് ലൈലത്തും മിൻ നിസ്ഫി ശഅബാൻ, ശഅബാനിന്റെ രാവ്, അതിന്റെ 15ന്റെ രാവ് അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാവാണ് കേട്ടോ. അതേപോലെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രാവാണ് പരിശുദ്ധമായ അറഫയുടെ രാവ്. അത് അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാവാണ് കേട്ടോ. മൂന്നാമത് ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാവ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന രാവാണ്. നാലാമത് ലൈലത്തു ഈദിൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ റമദാൻ കഴിഞ്ഞ ഉടനെ നാളെ ശവ്വാൽ 1 ആ പെരുന്നാളിന്റെ രാവുണ്ടല്ലോ, ആ രാവ് അല്ലാഹ്ക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതാണ്. ആ രാവിലാണ് അല്ലാഹു നോമ്പുകാർക്ക് കൂലി നൽകുന്നത്. അസ്സൗമു ലീ വഅനാ അജ്സീ ബിഹി. 5ാമത്തെ രാവ് ലൈലത്തു ഈദിൽ അദ്ഹാ, ബലിപെരുന്നാളിന്റെ രാവ് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാവാണ്. ഈ 5 രാവ് ഒരു വർഷത്തിൽ അല്ലാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അതിലൊരു രാവാണ് 2 രാവ് കഴിഞ്ഞു പോയി, 3 രാവ് കഴിഞ്ഞു പോയി. ശഅബാൻ 15 കഴിഞ്ഞു പോയി, ലൈലത്തുൽ ഖദറിന്റെ രാവ് കഴിഞ്ഞു പോയി, ചെറിയ പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാവ് കഴിഞ്ഞു പോയി, ലൈലത്തുൽ ഈദിൽ ഫിത്ർ അതും കഴിഞ്ഞു പോയി. ഈ ഈദുൽ ഫിത്ർ നാളെയാണെങ്കിൽ ഇന്ന് രാത്രി ഉണ്ടല്ലോ, അല്ലാഹു ആ രാത്രിയാണ് ഈ ദാസന്മാർക്ക് കൂലി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ കൂലി വാങ്ങണമെങ്കിൽ പള്ളിയിൽ വരണം. ആരും പള്ളിയിൽ കാണൂല, എല്ലാരും ഇറച്ചി വാങ്ങാൻ വേണ്ടി, തുണി എടുക്കാൻ വേണ്ടി പോകും. പെണ്ണുങ്ങളെല്ലാവരും കാസർഗോഡ് ടൗണിലായിരിക്കും. കൂലി അല്ലാഹ് കൊടുക്കൂല അവിടെ. നമ്മൾ മൊത്തം ഇറച്ചിക്കടയുടെ ഫ്രണ്ടിലായിരിക്കും. മട്ടൻ വാങ്ങാനും ചിക്കൻ വാങ്ങാനും. അല്ലാഹ് പറയുന്നു പള്ളിയിൽ ഞാൻ കൂലി തരാം. അസ്സൗമു ലീ വഅനാ അജ്സീ ബിഹി. കൂലി വേണ്ടേ? നോക്കുമ്പോ മുക്കരിച്ചുണ്ട്, കത്തിയ വെച്ചുണ്ട്, കുറെ മുത്തല്ലിമീങ്ങളുണ്ട്, ഉസ്താദന്മാരെല്ലാം ഉണ്ട്. അവർക്കെല്ലാം കൂലി കൊടുത്തിട്ട് അല്ലാഹ് കൊടുക്കും. ബാക്കി എല്ലാവരും അറിയാം. അല്ലാഹ് മീറ്റ് കടയിൽ പോവില്ല, അല്ലാഹ് സൂപ്പർ മാർക്കറ്റിൽ ഒന്നും പോവില്ല. അതാണ് ആ രാവിലെ വന്ന് ദുആ ഇറക്കണം. അതുകൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്വർഗത്തിന്റെ വാതിലിലൂടെ ആര് പ്രവേശിക്കും? ആര് പ്രവേശിക്കും? അല്ലാഹ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ഉറൂസിന് വന്നവർ മൊത്തം. ഈ മുസ്ലിമീങ്ങളെല്ലാം അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കാത്തവരാ. ശരിയല്ലേ? അല്ലാഹ് ഉണ്ടെന്ന് വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഇല്ലാത്ത ആരിലുണ്ടോ? പക്ഷെ അല്ലാഹ് ഉണ്ടെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി ഉണ്ട്, അതാ ഇല്ലാതെ പോയത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എല്ലാവരും പറയും അല്ലാഹു ആണ് ഞങ്ങളുടെ രക്ഷിതാവ്, അവനാണ് ഞങ്ങളുടെ ആരാധ്യൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ആരാണോ ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹ് എന്ന് പറയുന്നത്, അതുകൊണ്ട് മാത്രം അല്ലാഹു അവിടെ ആ ആയത്ത് സ്റ്റോപ്പ് ചെയ്തില്ല. അവിടെ നിർത്തിയില്ല. നല്ലതിന ഖാലൂ റബ്ബുനല്ലാഹ് എന്നുള്ള പറഞ്ഞ വാക്കാണ്. എല്ലാരും പറഞ്ഞു, മഹാന്മാരെ പറഞ്ഞു, മുഈദ് ശൈഖ് റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. മുഈദ് ശൈഖ് റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. എപ്പോഴും അല്ലാഹ് 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 വിളിച്ചു. അല്ലാഹു അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹു അല്ലാഹ്. അല്ലാഹ് വിളിക്കുന്നില്ലേ? വിളിച്ചത് മാത്രം കൊണ്ട് കാര്യമായില്ല കേട്ടോ. സുമ്മസ്തഖാമൂ, റമളാനിന്റെ 30 രാപ്പകലുകളിൽ പള്ളിയിൽ വന്ന് അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, നമ്മൾ
നമ്മളെല്ലാവരും വിളിച്ചതാണ്. അതിന്റെ ഏറ്റവും വലിയ വിളിയായിരുന്നു പരിശുദ്ധമായ പെരുന്നാളിന്റെ രാവിൽ കൂടുതൽ കൂടുതൽ പള്ളി മുഴങ്ങി കേൾക്കത്തക്ക നിലയിൽ നമ്മൾ വിളിച്ചില്ലേ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇന്നാ തക്ബീർ വിളിച്ചവർ എവിടെ? എന്തായിരുന്നു പള്ളിയിൽ മുഴക്കം? പെരുന്നാളിനൊക്കെ എന്തായിരുന്നു? തറാവീഹിന് എന്തായിരുന്നു? നോമ്പ് മുറിക്കുന്ന സമയത്ത് മഗ്‌രിബിന് സ്ഥലമില്ല, പുറത്തേക്ക് സ്റ്റേജ് പന്തലിട്ടിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആളുകൾക്ക് വേണ്ടി. ഇതെന്താ ബോംബെ ഇറക്കുമതി ചെയ്തതാ? ഗുജറാത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാ? ഇല്ല, ഇത് പൗവൽ തന്നെ ഉള്ളവരായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഈ നാട്ടിലുള്ള മക്കൾ തന്നെയായിരുന്നു. എവിടെ പോയവർ? ഇവരെല്ലാം അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് മാത്രം കാര്യമില്ല കേട്ടോ. ആ വിശ്വാസം ഊട്ടി ഉറപ്പിച്ച് അത് നിലനിർത്തണേ, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണേ. അതാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹ് ഉണ്ട് നമുക്ക് വിശ്വാസം. ഇസ്തിഖാമത്തില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മഗ്‌രിബിന് ബാങ്ക് വിളിക്കുമ്പോൾ ഓടിപ്പോകും, ജുമുഅക്ക് ബാങ്ക് വിളിക്കുമ്പോൾ ഓടിപ്പോകും, റമദാനിൽ ബാങ്ക് വിളിക്കുമ്പോൾ ഓടിപ്പോകും. റമദാൻ കഴിഞ്ഞും ബാങ്കിന് മാറ്റമില്ല. ഹയ്യ അലസ് സ്വലാത്ത്, അതേ ബാങ്കല്ലേ എപ്പോഴും വിളിക്കുന്നത്. വ്യത്യാസമുണ്ടോ? റമദാനിൽ വിളിച്ച അതേ ബാങ്ക് തന്നെ ഇപ്പോഴും. വ്യത്യാസമുണ്ടോ? ആ ഹയ്യ അലസ് സ്വലാത്ത് എന്താ ആളുകൾ? ഹയ്യ അലൽ ഫലാഹ്, അതേ ഹയ്യ അലൽ ഫലാഹ് തന്നെ ഇപ്പോഴുള്ളത്. പക്ഷേ സുമ്മ ലാ യുജീബ്, മാഫി, മറുപടിയില്ല. ആളുകൾ അന്ന് ആ റമദാനിൽ ബാങ്ക് കേട്ടപ്പോ എന്താ തിടുക്കത്തിൽ ഓടി പള്ളിയിലേക്ക് വരും. ബാങ്ക് കൊടുത്ത് നോമ്പ് മുറിക്കാൻ എന്തായിരുന്നു റമദാൻ? അമ്പും വില്ലും മലപ്പുറം കത്തി. ഇപ്പൊ പള്ളിയിൽ എത്ര പേരുണ്ട്? എവിടെ പോയി ഹയ്യ അലൽ സ്വലാഹ്? എവിടെ പോയി ഹയ്യ അലൽ ഫലാഹ്? എവിടെ പോയി? എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്, ഹയാത്തോടെ ഉണ്ട്, മരിച്ചു പോയിട്ടില്ല. എല്ലാരും ഉണ്ട്, ഹയാത്തോടെ ഉണ്ട്, പക്ഷെ കാണാനില്ല. ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലസ് സ്വലാഹ്. പിന്നെ ഒന്നുകൂടെ എക്സ്ട്രാ വിളിക്കുന്നവർ ചില സമയത്ത് എല്ലാരും കേട്ടതുമാണ്, എല്ലാരും അത് ഇജാബത്ത് കൊടുത്താണ്. ഒരു മാസം അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. എല്ലാരും കേട്ടു ഒരു മാസത്തില്. കാരണം എന്താ അറിയോ? സഹർ തിന്നാൻ വേണ്ടി എഴുന്നേറ്റു. എന്നപ്പോ നമുക്ക് സുബഹിയുടെ നിസ്കരിച്ചിട്ട് ഉറങ്ങാം. സഹർ തിന്നാൻ വേണ്ടി എഴുന്നേറ്റപ്പോ പിന്നെ ഉറങ്ങാൻ വിടൂല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ ബാങ്ക് കേൾക്കുമ്പോ നേരെ പള്ളിയിലേക്ക് പോയി. എല്ലാരും സുബഹിക്ക് ഓക്കെ, ഫുള്ള് സുബഹിക്ക് പള്ളി ഫുള്ളായി. ജീവിതത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ കേൾക്കുന്നത് റമദാൻ മാസത്തിലെ 30 ദിവസമേ ഉള്ളൂ ഈ ഒരൊറ്റ സാധനം. ആദ്യമായിട്ട് കേൾക്കുന്ന ആൾ പറയും ഇന്ന് മുക്കരിച്ച ബാങ്ക് തെറ്റിച്ച് വിളിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ പിത്തന ഉണ്ടാക്കുന്നവന്മാരുണ്ടല്ലോ, ചില ചങ്ങാതിമാർ ജീവിതത്തിൽ പള്ളി കയറൂല. ആ ചങ്ങാതിമാരോട് ഇന്ന് മുക്കരിച്ച വിളിച്ച ബാങ്ക് തെറ്റാ, ശരിച്ചാ, നിങ്ങൾ കേട്ടിനാ? സുബൈക്ക് കേട്ടിനാ? നമ്മ 4 വഖത്തും കേട്ടിട്ടില്ല. ഇന്ന് സുബൈക്ക് അയാൾ വേറെ എന്തോ പറഞ്ഞിനെ, എന്തോ നൗം ഉറക്കം നമുക്കെന്ന് പറഞ്ഞു. അയാൾ ഉറങ്ങിട്ട് എന്തോ പറഞ്ഞ വാക്കാ. ഇയാൾ ആദ്യമായിട്ട് കേൾക്കാണ്. ആദ്യമായിട്ട് ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോ, അയാൾ ആദ്യമായി ഒരാൾ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നപ്പോ ആ നമസ്കാരം മയ്യത്ത് നിസ്കാരമായിരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അയാൾ കുനിഞ്ഞിന്, ആരും കുനിയുന്നില്ലല്ലോ, എഴുന്നേറ്റ് നോക്കി. അല്ലാഹു അക്ബർ, തക്ബീർ എല്ലാം കഴിഞ്ഞു. കൂട്ടുകാർ
പണ്ട് ഈ കുനിയലൊക്കെ ഉണ്ടായിരുന്നല്ലോ നിസ്കാരത്തിൽ, അതെല്ലാം മാറ്റി. അത് കാണുന്നില്ലല്ലോ. ഇന്ന് ഞാൻ പോയിട്ട് നിസ്കരിച്ച് നോക്കുമ്പോ ആരും കുനിയുന്നില്ല, തക്ബീർ വിളിക്കുന്നു, അങ്ങനെ തന്നെ നിൽക്കുന്നു. എന്താ മാറ്റി വെച്ചാ? ആദ്യം നിസ്കരിക്കാൻ വന്ന ആളാ. ഇയാൾ ആദ്യമായിട്ട് ഈ ബാങ്ക് കേട്ടാൽ ഇയാൾക്ക് തന്നെ സംഭവിക്കാൻ പോകുന്നത്.